മുല്ലപ്പെരിയാർ ദുരന്തത്തിൽ നിന്നും ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുവാൻ അനിശ്ചിതകാല ജനകീയ സമരത്തിലേക്ക്. മാലിപ്പുറം സ്വതന്ത്ര മൈതാനത്ത് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ വൈകിട്ട് 4 മണിക്ക് മുല്ലപ്പെരിയാർ വള്ളക്കടവ് മുതൽ വൈപ്പിൻ വരെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ പങ്കെടുക്കുന്ന വൻ ജനകീയ സമ്മേളനവും തുടർന്ന് ലക്ഷ്യം നേടുന്നതുവരെ അനിശ്ചിതകാല റിലേ ഉപവാസവും സമരവും ആരംഭിക്കുന്നു. മുല്ലപ്പെരിയാർ ടണൽ സമരത്തിന്റെ ഉദ്ഘാടന കർമ്മം സുപ്രീം കോടതി പ്രമുഖ അഭിഭാഷകൻ ശ്രീ കാളീശ്വരം രാജ് നിർവഹിച്ച് മുഖ്യ പ്രഭാഷണം നടത്തുന്നു. മുല്ലപ്പെരിയാറിലെ പുതിയ ടണൽ എന്ന ആശയം സുപ്രീം കോടതി വഴി ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച പ്രൊഫസർ സി.പി. റോയ് പൊതുജനങ്ങൾക്ക് വേണ്ടി ആശയം വ്യക്തമാക്കുന്നു. സമരപോരാളികളെ മാലയിട്ട് സമരപ്പന്തലിലേക്ക് ആനയിക്കുന്നു. പ്രമുഖ സാമൂഹിക സാംസ്കാരിക പ്രമുഖ വ്യക്തികൾ പ്രഭാഷണം നടത്തുന്നു. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇതിന് യഥാർത്ഥ സൊല്യൂഷൻ മറ്റൊരു വഴിയുണ്ടോ എന്ന് ചിന്തിച്ചാൽ അവിടെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻ സുപ്രീം കോടതി പറഞ്ഞിട്ടായിരുന്നു 2000 വിധി വന്നത്. പക്ഷെ ആ വിധി സുപ്രീം കോടതി ഒരു ബദൽ നിർദ്ദേശമായി കേരള തമിഴ്നാട് ഗവൺമെന്റുകളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. അതാണ് നിലവിലെ ഡാമിൽ നിന്ന് 50 അടി ഉയരത്തിൽ പുതിയൊരു ടണൽ നിർമ്മിച്ച് തമിഴ്നാടിന് ജലം കൊടുക്കുക എന്നുള്ളത്. അതിലെ 1.5 കോടിയോളം ജനങ്ങളുടെ തലക്ക് മുകളിലുള്ള ഈ ഭീഷണി എന്നേക്കമായി ഒഴിവാകുകയും ചെയ്യും. ഇത് 2014 സുപ്രീം കോടതി വിധിയിൽ സുപ്രീം കോടതി വിശദമായി പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാടിന്റെ ചെലവിൽ ഈ പുതിയ ടണൽ നിർമ്മിക്കുക, അതിനുള്ള ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ, ഇതെല്ലാം ഇതുവരെ 2 സംസ്ഥാനങ്ങളും ചർച്ച ചെയ്യുകയോ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉള്ള സ്ഥിതിക്ക് നമ്മൾ ഇവിടെ വൈപ്പിൻകരക്കായിട്ടുള്ള കുറച്ച് ആളുകൾ ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ഈ ഒരു സൊല്യൂഷനിലേക്ക് കേരള തമിഴ്നാട് ഗവൺമെന്റുകളെ എത്തിക്കുന്നതിലേക്ക് വേണ്ടി ഞങ്ങളൊരു ജനകീയ സമരസമിതി, മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി എന്ന പേരിൽ ഒരു ജനകീയ സമരസമിതി രൂപപ്പെടുത്തുകയും വള്ളക്കടവ് മുതൽ മുല്ലപ്പെരിയാറിന്റെ തൊട്ട് താഴെയുള്ള വള്ളക്കടവ് മുതൽ വൈപ്പിൻ വരെയുള്ള ജനങ്ങൾ, ഈ 6 ജില്ലയിലെ ഈ അണക്കെട്ടിന്റെ ഭീഷണി നിലനിൽക്കുന്ന 6 ജില്ലയിലെ ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജനകീയ സമ്മേളനവും സുപ്രീം കോടതി അഭിഭാഷകൻ കാളീശ്വരൻ രാജായിരിക്കും നമ്മുടെ ജനകീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം 2014 സുപ്രീം കോടതി ഈ മെയ് 7 വിധി വന്ന ശേഷം മെയ് 14 മാതൃഭൂമിയിൽ ഒരു ഫുൾ പേജിൽ ഇതിന്റെ നിയമവശങ്ങൾ വിശദീകരിച്ചു കോടതിയിലേക്ക് സെൻട്രൽ വാട്ടർ കമ്മീഷൻ വഴി അവതരിപ്പിച്ചത് അദ്ദേഹമാണ് ഞങ്ങളുടെ രക്ഷാധികാരി. ആദ്യത്തെ മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ചെയർമാനും അദ്ദേഹമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഈ ഒരു സമരം ലക്ഷ്യത്തിലെത്തുന്നു. ഒരു അനിശ്ചിതകാല ഉപവാസവുമായി മുന്നോട്ട് പോകാനാണ്. പുതിയ ടണൽ നിർമ്മിക്കുമ്പോൾ അണക്കെട്ടിന്റെ ബലത്തില് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നല്ല എന്നാണുള്ളത്. നിലവിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഏകദേശം ഇവിടെയാണ്. ഇവിടെ നിന്ന് നേരിട്ടൊരു രേഖ വരച്ചു കഴിഞ്ഞാൽ ഏകദേശം 8 കിലോമീറ്റർ അകലെ, നേർരേഖയിൽ വരച്ചു കഴിഞ്ഞാൽ 8 കിലോമീറ്റർ അകലെയാണ് പഴയ നിലവിലുള്ള 106.5 അടിയിലുള്ള ടണൽ. അത് തുടർന്ന് ഷട്ടർ പോയിന്റ് എന്ന് പറയുന്ന തേക്കടി റിസർവോയറിലാണ്. ഇത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തേക്കടി റിസർവോയർ ചെന്നാൽ ആർക്കും കാണാവുന്ന ഒരു പൊസിഷനാണ്. ഈ ഷട്ടർ പോയിന്റ് ഈ 106.5 അടിയിൽ തുടങ്ങുന്ന ടണലിന് പകരം 50 അടി താഴെ റിസർവോയറിൽ വരുന്ന മറ്റൊരു ടണൽ, ഏകദേശം 3.6 കിലോമീറ്റർ വരുന്ന മറ്റൊരു ടണൽ നിർമ്മിക്കുക എന്നുള്ളതാണ് സുപ്രീം കോടതി ഉദ്ദേശിച്ചത്. അതാണ് ഞങ്ങൾ ഈ വരച്ചിരിക്കുന്നത്. ഇത് സമുദ്രനിരപ്പിൽ 2890 അടി ഉയരത്തിലാണ് ഈ മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് 1500 അടി താഴെ ഉള്ള തമിഴ്നാട്ടിലേക്കാണ് ഈ ജലം കൊണ്ടുപോകുന്നത്. ഇപ്പൊ 1500 അടിയോളം താഴെയാണ് തമിഴ്നാട്ടിലെ പൊസിഷൻ. അപ്പോ ഈ 1500 അടി താഴെയുള്ള തമിഴ്നാട്ടിലേക്ക് നമ്മൾ ഈ 106-50 അടിയിലേക്ക് താക്കുമ്പോൾ വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. വെള്ളം 1500 അടി താഴേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോ ഇതുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് കൂടുതൽ ജലം ലഭിക്കുകയും കേരളത്തിലെ 1.5 കോടിയോളം ജനങ്ങളുടെ ജീവന്റെ ഭീഷണി പൂർണ്ണമായി ഇല്ലാതാവുകയും ചെയ്യും. മാത്രമല്ല, ഈ ഒരു പദ്ധതിക്ക് വേണ്ടി ഏകദേശം 1 വർഷത്തിൽ, ഇപ്പോഴുള്ള പുതിയ ബോറിംഗ് ടെക്നോളജി എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1 വർഷത്തിൽ താഴെ സമയം എടുക്കുകയുള്ളൂ. അതുപോലെ പുതിയ ഡാം നിർമ്മിക്കുന്നതിന്റെ 10-1 ചെലവിൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ പരിസ്ഥിതിക്ക് വളരെ പ്രശ്നങ്ങൾ കുറവാണ്. പണ്ടെല്ലാം ടണൽ നിർമ്മിക്കുന്നത് സ്ഫോടനങ്ങളൊക്കെ നടത്തിയായിരുന്നു. ഇപ്പൊ അതിൻ്റെയൊന്നും ആവശ്യമില്ല. വളരെ സൈലന്റ് ആയിട്ട് ടണൽ നിർമ്മിക്കുന്ന ടെക്നോളജികളുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു പദ്ധതി കൂടിയാണിത്. അപ്പോൾ ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ സമരം മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ള നിലവിൽ തമിഴ്നാട്ടിലെ ആളുകൾക്കും മധുര തുടങ്ങിയ സ്ഥലങ്ങളിൽ അവിടെ ജലക്ഷാമം വളരെ കൂടുതലാണ്. തമിഴ്നാട് മുല്ലപ്പെരിയാറിലെ ജലം മധുരയിലേക്ക് കൊണ്ടുപോകാനുള്ള
1296 കോടി മുടക്കി 2018 പദ്ധതി തുടങ്ങിയിരുന്നു. അതിന് തേനിയിലെ കർഷകർ എതിർപ്പ് പറഞ്ഞിരുന്നു, കാരണം അവർക്ക് ആവശ്യത്തിന് ജലം കിട്ടില്ല മധുരയിലേക്ക് പോയാൽ. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ടണൽ പദ്ധതി നടപ്പാക്കിയാൽ നമ്മളുടെ തലമുള്ള അപകട ഭീഷണി ഒഴിവാകുകയും അവർക്ക് കൂടുതലായിട്ട് കിട്ടുന്ന ജലം തമിഴ്നാട്ടിലെ മുഴുവൻ ജലക്ഷാമം പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ എങ്ങനെ നോക്കിയാൽ അതുകൊണ്ട് തന്നെ മധുരയിൽ നിന്ന് നിലവിൽ സുപ്രീം കോടതിയിലേക്ക് ഒരു ഹർജി പോയിട്ടുണ്ട് ഈ പുതിയ ടണലിന് വേണ്ടി. അപ്പോൾ തമിഴ്നാടിന്റെ സൈഡിൽ നിന്നും ഈ ടണൽ എന്ന ആശയത്തിന് വേണ്ടി സപ്പോർട്ടുകൾ ഉയർന്നു വരുന്നുണ്ട്. കേരളത്തിൽ നിന്നും ടണൽ എന്ന ആശയത്തിന് വേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോയി. അപ്പോൾ ഒരേ ആശയത്തിലേക്ക് തമിഴ്നാടിൽ നിന്നും കേരളത്തിലേക്കും ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഈ സമരം വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ ഈ യാത്ര. എല്ലാവരെയും സഹകരണവും അഭ്യർത്ഥിക്കുന്നു.